ബികോമും എംകോമും എല്ലാം കഴിഞ്ഞ് CMAയും MBAയും ചെയ്തിട്ട് പോലും ഇന്ന് ഒരു MNCയിൽ ഒരു ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിൽ ഒരു ജോലിക്ക് കയറാനുള്ള ഒരു സ്ട്രഗിൾ എത്രയാണെന്ന് നമുക്കൊക്കെ അറിയാം. എല്ലാ ദിവസവും ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവും, ലിങ്ക്ഡിനിൽ ഒരുപാട് പേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവാം. എന്നിട്ടും ഒരു ജോബ് ഓഫറിലേക്ക് അത് എത്തുക എന്നുള്ളത് വലിയൊരു സ്ട്രഗിൾ തന്നെയാണ്. സോ എന്താണ് ഈ ഒരു സിറ്റുവേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? സോ നമുക്ക് എങ്ങനെ ഒരു MNCയിൽ ജോലി കിട്ടാം എന്നതിനെക്കാട്ടും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ആ ഒരു ജോബ് ഓഫറിലോട്ട് നമ്മൾ എത്തുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു കാര്യം നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. അപ്പം എന്താണ് അത്? ആസ് എ കോച്ച് ഒരുപാട് റെസ്യൂമേഴ്സ് എനിക്ക് വരാറുണ്ട്. എൻ്റെ സ്റ്റുഡൻസിൻ്റെ റെസ്യൂമേഴ്സ്, അതല്ലാതെ ഗൈഡൻസിന് വേണ്ടിയിട്ട് വരുന്ന റെസ്യൂമേഴ്സ് എല്ലാം വരാറുണ്ട്. സോ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ അതർ പ്രൊഫഷണൽ കോഴ്സൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരു 10 പേരുണ്ടെങ്കിൽ 50 പേരുണ്ടെങ്കിൽ ഇവരുടെ റെസ്യൂമെ എല്ലാം ഒന്ന് എടുത്ത് നോക്കൂ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റെസ്യൂമയുടെ എല്ലാം പാറ്റേൺ ഏകദേശം ഒരേപോലെ ആയിരിക്കും. മിക്ക പേരുടെയും റെസ്യൂമിൽ ഉണ്ടാവുന്നത് ബേസിക് സ്കിൽസ് ആണ്. ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവാം, അത് BCom, MCom, MBA, CMA എന്തോ ആവാം. അത് കഴിഞ്ഞിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്കിൽസ് ഉണ്ടാവാം. അതായത് എക്സലോ അല്ലെങ്കിൽ GST, ടാലി ഇതുപോലുള്ള സ്കിൽസാണ് ഒരുപാട് പേരുടെ റെസ്യൂമേലുള്ളത്. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, MBAക്ക് പഠിക്കുന്ന സമയത്ത് അതിനോട് ബന്ധപ്പെട്ട് ചെയ്ത കുറേ പ്രൊജക്ട്സ് ഉണ്ടാവാം. സോ ഇങ്ങനെ വേറെ അതിനകത്ത് റെസ്യൂമയിൽ നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന പ്രൊജക്ട്സോ അല്ലെങ്കിൽ ഒരു MNCയിലോട് ജോലിക്ക് വേണ്ട പ്രൊജക്ട്സോ മിക്ക റെസ്യൂമയിലും കാണാറില്ല. സോ നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. 100 പേരുടെ റെസ്യൂം എടുത്തു കഴിഞ്ഞാൽ 90 പേരുടെ റെസ്യൂമയും ഏകദേശം ഒരുപോലെ ഒരു ആവറേജ് റെസ്യൂമേ ആയിരിക്കും. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിലോട്ട് വരുന്ന സമയത്ത് മിക്ക കുട്ടികളുടെയും ഒരു പ്രശ്നം, ഒരു 15-20 സെക്കൻഡ്സ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴേക്കും പിന്നീട് ബ്ലാങ്ക് ആവുന്നു, ഒന്നും കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. സോ നിങ്ങളുടെ നിങ്ങൾ ഈ ഫിക്സ് ചെയ്യേണ്ട ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ റെസ്യൂമേയിൽ നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് വേണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം. കൃത്യമായിട്ട് നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ പ്രൊഫൈല്, നിങ്ങൾ പൊസിഷൻ ചെയ്യുന്ന ഒറ്റ നോട്ടത്തിൽ ഇംപ്രസീവ് ആവുന്ന ഒരു മാർക്കറ്റിംഗ് ഡോക്യുമെൻ്റ് ആയിരിക്കണം നിങ്ങളുടെ റെസ്യൂമേ. ഇനി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് ഒരു മാനേജറെ, ഒരു റിക്രൂട്ടറെ ഇംപ്രസ് ചെയ്യിക്കുന്ന രീതിയിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുക. ഫിനാൻഷ്യൽ അനലിറ്റിക്സിനെയും ഓട്ടോമേഷനെയും ഇന്നോവേഷനെയും നിങ്ങളുടെ ഡൊമൈൻ നോളജും എല്ലാം ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനാണ് എല്ലാ മാനേജേഴ്സും ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ആവണം. അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് നമുക്ക് വേണം, അതിന് വേണ്ട ഡൊമൈൻ നോളജ് വേണം. സോ യു നീഡ് ടു സ്റ്റാൻഡ് ഔട്ട് വിത്ത് ഓൾ ദിസ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ജോബ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല, 100%. ഇത് ഞാൻ പറയുന്നത് ഒരു കോച്ച് എന്ന നിലയിൽ മാത്രമല്ല. ഹാവിംഗ് വർക്ക്ഡ് വിത്ത് ടു ഓഫ് ദി ബെസ്റ്റ് MNCs, IBM, Genpact പോലുള്ള ഏറ്റവും മികച്ച MNCയിൽ ഓൾമോസ്റ്റ് 20 വർഷത്തിനടുത്ത് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, 100-ലധികം പ്രൊഫഷണൽസിനെ മെൻറ്റർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, ഒരുപാട് പേരെ ഹയർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്, ദ റീസൺ ഫോർ ദ സ്ട്രഗിൾ ഈസ് യു ആർ നോട്ട് ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. ആ ഒരു പ്രോബ്ലമാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. ആൻഡ് ആ ഒരു പ്രോബ്ലമാണ് ഈ AFP എന്ന് പറയുന്ന കോഴ്സിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത്. നിങ്ങളെ ജോലി കിട്ടുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് ഇന്ന് എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അത് അനലൈസ് ചെയ്തിട്ട് അതിന് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. ഫിനാൻഷ്യൽസും ഡൊമൈൻ നോളജും ടെക്നിക്കൽ സ്കിൽസും ഓട്ടോമേഷനും ഇന്നോവേഷനും ബ്രാൻഡിങ്ങും എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് AFP എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾക്കൊരു 100% സക്സസ് തരും എന്ന് ഉറപ്പായിട്ട് പറയാനും പറ്റുന്നത്. സോ താങ്ക് യു സോ മച്ച്. സോ ഇൻ one word, if I summarize this all, be a differentiator, stand out and succeed. Thank you.